നമസ്കാരം. ഇറാനും ഇസ്രായേലും അനുനിമിഷം ലോകത്തിന്റെ ആകമാനം ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. ഏപ്രിൽ 1-ാം തീയതി ഇസ്രായേൽ നടത്തിയ എംബസി ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഒരേ സമയം 100 കണക്കിന് മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഈ തിരിച്ചടി ലോകത്തെ ആകമാനം ഞെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ 2 പ്രമുഖ ശക്തികളും അതിനോടൊപ്പം തന്നെ ബദ്ധ ശത്രുക്കളുമാണ് ഇറാനും ഇസ്രായേലും. പക്ഷേ ബദ്ധവൈരികളാകുന്നതിന് മുൻപ് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇസ്രായേലും ഇറാനും. അതെ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ശത്രുതയ്ക്ക് അധികം കാലത്തെ പഴക്കമൊന്നുമില്ല. 1979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതുവരെ ഇറാനും ഇസ്രായേലും വളരെ അടുത്ത സൗഹൃദത്തിൽ തന്നെയായിരുന്നു. 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുന്നത് എന്ന് നമുക്കറിയാം. അന്ന് ഇസ്രായേലിനെ അംഗീകരിക്കാൻ പല ലോകരാജ്യങ്ങൾക്കും വലിയ മടിയുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ നിരയിൽ തന്നെ ഇറാനും സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇറാനിലെ കർഷകരായ പൗരന്മാർക്ക് സൈനിക പരിശീലനം ഉൾപ്പെടെ നൽകി പോന്നിരുന്നത് ഇസ്രായേൽ തന്നെയായിരുന്നു. ഇറാന്റെ സായുധ സേന രൂപീകരിക്കുന്നതിൽ ഇസ്രായേലിനുള്ള പങ്ക് ഒട്ടും ചെറുതായിരുന്നില്ല. അതുപോലെ തന്നെ സാങ്കേതികപരമായി വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഈ ഇസ്രായേൽ തന്നെയാണ് ഇറാനെ സഹായിച്ചുകൊണ്ടിരുന്നത് സാങ്കേതിക മേഖലയിൽ ഉൾപ്പെടെ. ഇറാനിൽ ട്രെയിൻ ഗതാഗതം പോലും നടപ്പിലാക്കിയതിന് പിന്നിൽ ഇസ്രായേലിന്റെ അശ്രാന്തമായ ഒരു പരിശ്രമമുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ നൽകുന്ന എല്ലാ മെച്ചങ്ങളും നേട്ടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ഇറാൻ. ഇതിന് പകരമായി അവർ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരുന്നതാവട്ടെ തങ്ങളുടെ കയ്യിൽ കണക്കറ്റ അളവിൽ ഉണ്ടായിരുന്ന എണ്ണയായിരുന്നു. അത് മാത്രമല്ല, ഇസ്രായേലിന് പുറത്ത് ഏറ്റവും വലിയ 2ാമത്തെ ജൂത സമൂഹം ജീവിച്ചു വരുന്നത് ഇറാനിൽ തന്നെയാണ്. 79 ഇസ്ലാമിക വിപ്ലവം വരെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയായിരുന്നു. നമുക്കറിയാം, ഇപ്പോഴും 20,000-ത്തിലധികം ജൂതന്മാർ ഇറാനിൽ വസിക്കുന്നുണ്ട്. ഇത്ര അടുപ്പമുണ്ടായിരുന്ന ഇറാനും ഇസ്രായേലിനും ഇടയിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത്ര വലിയ ഒരു വൈരം സംഭവിച്ചത്? ആ കാരണത്തിന്റെ പേരാണ് അയത്തുള്ള റൂഹുള്ള ഖുമൈനി. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഖുമൈനി അധികാരത്തിൽ വരുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ ധാരണകളും പൊടുന്നനെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പിന്നീട് പലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രായേലിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കാലക്രമേണ ഇറാൻ ഇസ്രായേലിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകാനും തുടങ്ങി. അറബ് രാജ്യങ്ങളുടെയും അവരുടെ പൗരന്മാരുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റാൻ ഇറാനെ ഇത് ഏറെ സഹായിക്കുകയും ചെയ്തിരുന്നു. 1982 സൗത്ത് ലെബനനിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് അതിൽ ഇടപെടാൻ പട്ടാളത്തെ അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ഖുമൈനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളെ ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇസ്രായേലിനേക്കാൾ ഒരു പടി മുൻപ് തന്നെ ലെബനിലേക്ക് എത്തിയത് ഇറാനായിരുന്നു. അങ്ങനെ തലസ്ഥാനമായ ഈ ബെയ്റൂട്ടിലേക്ക് ഇറാനിൽ നിന്നുള്ള സായുധ സംഘം എത്തുന്നു. ആ സായുധ സംഘത്തെ വിളിക്കുന്ന പേരാണ് ഹെസ്ബുള്ള മിലീഷ്യ എന്നത്. ഇപ്പോഴും ലെബനനിലെ ഇറാന്റെ സൈനിക സാന്നിധ്യമായി ഇവർ തുടർന്നു പോരുന്നുമുണ്ട്. എന്തായാലും ഇറാന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ആയത്തുള്ള അലി ഖമൈനിയും ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണ്. അതുമാത്രമല്ല, ഇറാനിയൻ ഭരണകൂടം ജൂത കൂട്ടക്കൊല ചോദ്യം ചെയ്യുകയും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിരന്തരം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പുറമെ വീമ്പ് പറയുന്നുണ്ട്, ഇസ്രായേൽ തങ്ങളുടെ നേട്ടങ്ങൾ പറയുന്നുണ്ട്, ഇറാൻ തങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ചും അവരുടെ കയ്യിലുള്ള ഏറ്റവും നൂതനമായ ആയുധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ 2 രാജ്യങ്ങളും ആഭ്യന്തരമായും ബാഹ്യമായും ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2022 നടന്ന തെരഞ്ഞെടുപ്പ് വഴി വീണ്ടും അധികാരം പിടിച്ച ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തനിക്കൊപ്പമുള്ള തന്നേക്കാൾ കടുത്ത തീവ്രവാദികളെ നിയന്ത്രിക്കാനും അതിനോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനം നിലനിർത്തി പോകാനും സാധിക്കുമോ എന്ന് തന്നെയാണ് ഇസ്രായേലിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം. മാത്രമല്ല, നിരവധി പ്രതിഷേധങ്ങൾ ദിവസവും അരങ്ങേറുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഗാസയിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഉൾപ്പെടെ ഇസ്രായേലിൽ നിന്നുള്ള പൗരന്മാർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ സ്ഥിതി ഒട്ടും മെച്ചമല്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിനേക്കാൾ വളരെ മോശവുമാണ്.
വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ തന്നെയാണ് ഇറാനും കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിലവിൽ ഇറാനുള്ളത്. ഉപരോധം കാരണം നടുവൊടിഞ്ഞ് സാമ്പത്തിക അടിത്തറ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് യൂറോപ്യൻ യൂണിയൻ പുതിയ നിയന്ത്രണങ്ങൾ ഇറാന് മേലെ ചുമത്തുന്നുണ്ട്. റഷ്യ, ചൈന, ഇറാഖ്, തുർക്കി തുടങ്ങിയ അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്ന നേട്ടം ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിലും ഇറാന്റെ അവസ്ഥ അത്ര കണ്ട് മെച്ചമൊന്നുമല്ല. എന്തായാലും 2023 ഇസ്രായേൽ തുടങ്ങി വെച്ച ആക്രമണങ്ങൾ അത് 2025 ആകുമ്പോഴേക്കും വിപുലമായി ഒരു യുദ്ധ അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം അത് ഇസ്രായേൽ അണിയറയിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് ഒഴിവാകണമേ എന്ന് പ്രാർത്ഥിക്കാനും മാത്രമേ ഇപ്പോൾ ലോകത്തിന് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇറാനും ഇസ്രായേലിനും തമ്മിൽ ഇടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെയും എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ലോകം രണ്ട് ചേരിയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് സാമ്പത്തികമായി പോലും മിക്ക രാജ്യങ്ങളുടെയും നടുവൊടിക്കുകയും ചെയ്യും. എന്തായാലും ഇറാനും ഇസ്രായേലിനും തമ്മിൽ നേരത്തെ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിലേക്ക് അവർക്കിനി തിരികെ പോകാൻ സാധിക്കില്ല എങ്കിൽ പോലും കുറച്ച് ഒരു മയമുള്ള നിലപാട് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുകയുള്ളൂ എന്ന് ഉറപ്പിക്കാം.